My beautiful souls, welcome back to my channel. Hope you guys are doing awesome today. So, I have a very special spirit message for you. വളരെ ആഴത്തിലുള്ളൊരു മെസ്സേജ്. സോ ഈ വീഡിയോ നിങ്ങൾ അറിഞ്ഞോ അറിയാതെയോ കേൾക്കുന്നുണ്ടെങ്കിൽ ഓർ ഈ വീഡിയോ നിങ്ങളെ കേൾക്കാൻ ഒരുപാട് ഫോഴ്സ് ചെയ്യുന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് ഓൾസോ റീസൺ. ഓക്കെ, ബിക്കോസ് ഈ ഒരു കാര്യം നിങ്ങളെ കേൾക്കേണ്ടതായിട്ടുണ്ടായിരിക്കണം. സോ എന്താണ് നിങ്ങളുടെ മനസ്സിൽ നിന്ന് നിങ്ങൾക്ക് ഒഴിവാക്കാൻ പറ്റാത്തൊരു തോട്ട്, ആഗ്രഹം ഓർ എനർജി? ഓക്കെ, സോ ചില കാര്യത്തിനോടുള്ള എനർജി, അത് എന്തുമാവാം, വസ്തുക്കളോ, നിങ്ങളെത്താൻ ആഗ്രഹിക്കുന്ന കാര്യം, നിങ്ങളെ അത് പല ഇമോഷനായിട്ടും ആയിരിക്കാം. ഓക്കെ, സോ നിങ്ങൾക്ക് ഈ സമയം ഉണ്ടാവുന്ന ഒരുപാട് ജലസ്, എന്ത് കണ്ടിട്ടാണോ നിങ്ങൾക്ക് ഒരുപാട് ജലസ്, ഈഗോ ഓർ ലോ ആയിട്ട് തോന്നുന്നത് ഓർ വേണമെന്ന് തോന്നുന്നത്, ചില കാര്യം നിങ്ങൾ അങ്ങനെ ഇൻസ്പയർ ചെയ്യുന്നുണ്ടായിരിക്കണം, റൈറ്റ്? സോ ആ ഒരു കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള എനർജി. ഓക്കെ, സോ നമുക്കറിയാം ചില കാര്യങ്ങൾ നമ്മൾ വളരെ ബുദ്ധിമുട്ട് ഈ ഒരു സമയത്ത് ഉണ്ടെങ്കിലും പിന്നീട് നമ്മൾ അതിനെ പറ്റിയിട്ട് എന്നേക്കുമായിട്ട് ചിന്തിക്കില്ല, അല്ലേ? സോ ചിലത് ഇന്ന് വേണമെന്ന് തോന്നുന്ന കാര്യം നമുക്കത് നാളെ വേണമെന്നേ തോന്നില്ല. പക്ഷെ ചില കാര്യങ്ങളല്ല, അങ്ങനെയല്ല. ചിലതിനോട് നമുക്കൊരു വിട്ടുകളയാൻ പറ്റാത്തൊരു ഇമോഷൻസ് ഉണ്ടാവാം, റൈറ്റ്? ഒരു എനർജി കണക്ഷൻ ഉണ്ടാവാം. ഓക്കെ, ഐ എം നോട്ട് ടോക്കിംഗ് അബൌട്ട് റിലേഷൻഷിപ്പ് ഓൺലി. ഓക്കെ, സോ അത് നിങ്ങൾ റിലേറ്റ് ചെയ്യുക നിങ്ങളുടെ ലൈഫിൽ. എന്താണ് അങ്ങനെ ഒരു ഡിസയർ, എന്താണ് നിങ്ങൾ അങ്ങനെ പ്രേരിപ്പിക്കുന്നത്? അത് ചില ആളുകൾക്ക് ഫ്രീഡം ആവാം, എന്തോ ഒരു സിറ്റുവേഷന്, എന്തോ ഒരു പ്ലേസിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി വരാനുള്ള ഒരു ഫ്രീഡം ആയിരിക്കാം. സോ അങ്ങനെ നിങ്ങൾ മറ്റുള്ള ആളുകളിലും കാണുന്നുണ്ടായിരിക്കണം, നിങ്ങളുടെ അതേ അവസ്ഥയിൽ കൂടെ പോകുന്ന ആളുകൾ ആ ഒരു ഫ്രീഡം എക്സ്പീരിയൻസ് ചെയ്യുന്നത്, അല്ലേ? സോ നിങ്ങൾ എന്താണ് ഈ ഒരു സമയത്ത് ഇങ്ങനെ ബന്ധിച്ചു വെച്ചിട്ടുള്ളത്? അവിടുന്ന് അങ്ങനത്തെ ഒരു പ്ലേസിൽ നിന്ന് സ്വാതന്ത്ര്യം അനുഭവിച്ചവരെ നിങ്ങൾ കാണുന്ന സമയത്ത് നിങ്ങൾക്ക് ആ ഒരു ഇൻസ്പിറേഷൻ ഉണ്ടാവുന്നുണ്ടായിരിക്കണം. ചില ആളുകൾക്ക് ആ ഒരു ജലസ് ഉണ്ടാവുന്നുണ്ടായിരിക്കണം, ആ ഒരു കമ്പാരിസൺ ഉണ്ടാവുന്നുണ്ടായിരിക്കണം. ചില കാര്യങ്ങൾ നിങ്ങൾ കുറച്ച് ലോ ആണോ എന്ന് തോന്നിപ്പിക്കുന്നുണ്ടായിരിക്കണം, നമ്മൾ എവിടെ എത്തിയില്ല എന്നുള്ളൊരു തോന്നൽ ഉണ്ടാക്കുന്ന ചില കാര്യങ്ങളായിരിക്കാം. ഓക്കെ, ഇങ്ങനെ നിങ്ങൾക്ക് ചില ഇമോഷൻസ് ഉണ്ടാവുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കാം, ദാറ്റ് ഈസ് സംതിങ് നിങ്ങൾ ഓൾറെഡി ഹയർ ലെവലിൽ കണക്ട് ചെയ്തിട്ടുള്ള കാര്യമായിരിക്കാം, നിങ്ങളുടെ ഫ്യൂച്ചറിലുള്ള ഒരു കാര്യമായിരിക്കാം. ഓക്കെ, സോ എന്താണോ നിങ്ങൾക്ക് അങ്ങനത്തെ ഒരു എനർജി ഉണ്ടാവുന്നത്, എന്ത് കാര്യത്തിനോടാണോ അത് നിങ്ങളുടെ ഫ്യൂച്ചറിലുള്ള ഒരു കാര്യമാണ്, നിങ്ങൾ അതുമായിട്ട് ഹയർ ലെവൽ കണക്റ്റഡ് ആണ്. ഓൾറൈറ്റ്, സോ മേ ബി ഈ ഒരു സമയത്ത് നിങ്ങൾ എന്താണ് നിങ്ങളുടെ ഫിസിക്കാലിറ്റിയിൽ സംഭവിക്കുന്നത്, നിങ്ങളുടെ റിയാലിറ്റിയിൽ എന്തൊക്കെയാണ് സംഭവിക്കുന്നത്, സോ അതായിരിക്കാം നിങ്ങൾക്ക് ഒരു വലിയൊരു ബ്ലോക്ക് ഉണ്ടാവുന്നുണ്ടായിരിക്കാം. ഓക്കെ, സോ ഇമോഷൻസ് ഉണ്ടായിക്കോട്ടെ, പല തരത്തിലുള്ള ഇമോഷനിലൂടെ നിങ്ങൾ പോകുന്നുണ്ടായിരിക്കണം. ബട്ട് സ്റ്റിൽ നിങ്ങൾക്ക് പറയാൻ സാധിക്കണം സെൽഫായിട്ട്. അത് മേ ബി ലൈക്ക് നിങ്ങൾ ഒരുപാട് ബുദ്ധിമുട്ടിക്കുന്നുണ്ടായിരിക്കണം. ഓക്കെ, സോ ചില ഇൻറ്റൻസ് ആയിട്ടുള്ള ഇമോഷൻസ് നമ്മൾ ഒരുപാട് ഡ്രെയിൻ ചെയ്യാനുള്ളൊരു സാധ്യത ഉണ്ടാവുന്നുണ്ടായിരിക്കണം. സോ അത് നിങ്ങൾ മസ്റ്റായിട്ട് റീഫ്രെയിം ചെയ്യുന്ന സെൻറ്റൻസ് നിങ്ങളെടുത്ത് പറയാം, ലൈക്ക് അഫർമേഷൻസ്, സെൽഫ് ടോക്ക്. ഓക്കെ, സോ നിങ്ങൾ എനർജറ്റിക്കലി റേസ് ചെയ്യാനും അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു ഹയർ ലെവലിലേക്ക് കണക്ട് ചെയ്യാനും യൂസ് ചെയ്യാൻ പറ്റുന്ന അഫർമേഷൻസ് നിങ്ങൾ കണക്ട് ചെയ്യുക, യൂസ് ചെയ്യുക. ഓക്കെ, സോ അതാണ് നിങ്ങൾ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യാൻ പോകുന്നത്. സോ ഞാൻ പറഞ്ഞു വരുന്നത്, നിങ്ങളുടെ ചില ആഗ്രഹങ്ങൾ, നിങ്ങൾക്ക് ഇങ്ങനെ തോന്നുന്ന ചില ആഗ്രഹങ്ങൾ ഓൾറെഡി നിങ്ങളുടെ ലൈഫിൽ ഉള്ളത് കൊണ്ടാണ്, നിങ്ങൾ എത്തേണ്ടതായിട്ടുള്ളത് കൊണ്ടാണ്, നിങ്ങളുടെ ഫ്യൂച്ചർ സെൽഫിലുള്ളത് കൊണ്ടാണ്, നിങ്ങൾ അതുമായിട്ട് ഹൈലി കണക്റ്റഡ് ആയതുകൊണ്ടാണ് നിങ്ങൾക്ക് അങ്ങനത്തെ ഒരു തോട്ട്സ് ഉണ്ടാവുന്നത്. ഓക്കെ, സോ അങ്ങനത്തെ ഒരു വിഷമം ഉണ്ടാവുന്ന സമയത്ത്, ഒരു വിഷമാക്കുന്ന ഒരു തോട്ട്സ് അതിനെ പറ്റിയിട്ട് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ പറയേണ്ടതും അതാണ്, ദിസ് ഇസ് സംതിങ് ഐ ഹാവ് ഓൾറെഡി കണക്റ്റഡ്, ഓൾറെഡി ഇൻ മൈ ലൈഫ്. നിങ്ങൾ ആ ഒരു പാത്തിലാണ് പോകുന്നത് എന്നുള്ളത് പറയാം. ഓക്കെ, സോ ലെറ്റ്സ് സീ എന്താണ് ഈ സമയത്ത് നിങ്ങൾ കേൾക്കേണ്ടത്. what you need to hear right now. See, എന്താണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്, അത് ഓൾറെഡി നിങ്ങളുടെ ഉള്ളിലുള്ളൊരു കാര്യമാണ്. ഓക്കെ, അതിൻ്റെ ഒരു ആ ഒരു കാര്യത്തിൻ്റെ ഒരു റിച്ച്നെസ് നിങ്ങളുടെ ഉള്ളിൽ ഓൾറെഡി ഉണ്ട്, അതിൻ്റെ ഒരു പ്രോസ്പെരിറ്റി നിങ്ങളുടെ ഉള്ളിൽ ഓൾറെഡി ഉണ്ട്. ഈവൻ ചില കാര്യങ്ങൾ നിങ്ങളുടെ ഫിസിക്കാലിറ്റിയിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിലും, എന്താണോ നിങ്ങളുടെ മനസ്സിൽ നിന്ന് അങ്ങനെ വിട്ടുകളയാൻ പറ്റാത്തൊരു കാര്യം, ഈവൻ നിങ്ങൾ എത്ര ശ്രമിച്ചിട്ടും ചില കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിൽ നിന്ന് പോകുന്നില്ല എന്നുണ്ടെങ്കിൽ,
ഇതിൻ്റെ ഒരു റിച്ച്നെസ്, ഇതിൻ്റെ ഒരു സോഴ്സ് നിങ്ങളുടെ ഉള്ളിലുണ്ട്. ആ ഒരു സോഴ്സ്, ഒരു നാച്ചുറൽ ഉണ്ടല്ലോ, ഉറവ, സോറി, നമ്മൾ വെള്ളമൊക്കെ വരുന്ന ഭൂമിയിൽ നിന്ന് നാച്ചുറലി വരുന്ന ഉറവ, റൈറ്റ്? അത് ഓൾറെഡി നിങ്ങളുടെ ഉള്ളിലുള്ള ഒരു കാര്യമാണ്. സോ ആ ഒരു സമൃദ്ധി നിങ്ങളുടെ ഉള്ളിൽ ഓൾറെഡി ഉണ്ട്. സോ നിങ്ങൾ കൺഫ്യൂസ്ഡ് ആവുന്നത് നിങ്ങളുടെ ഫിസിക്കാലിറ്റിയിൽ അത് ഇല്ല, റൈറ്റ്? റിയാലിറ്റിയിൽ വേറെ എന്തൊക്കെയോ കാര്യങ്ങളാണ് അവിടെ സംഭവിക്കുന്നത്. നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് നേടിയെടുക്കാൻ വലിയൊരു കടമ്പ നിങ്ങൾ മുന്നിൽ കാണുന്നുണ്ടായിരിക്കണം. പോസിബിലിറ്റീസ് കാണുന്നുണ്ടാവില്ല. അങ്ങനെ പല പല കാര്യങ്ങൾ ഉണ്ടാവും ഈ ഒരു സമയത്ത് നിങ്ങൾ ഫിസിക്കാലിറ്റിയിലേക്ക് നോക്കുന്ന സമയത്ത്, നിങ്ങളുടെ കറന്റ് റിയാലിറ്റിയിൽ നോക്കുന്ന സമയത്ത്. ബട്ട് മനസ്സിലാക്കുക, അത് സംതിങ് നിങ്ങൾ ഓൾറെഡി ഹൈ ലെവലിൽ കണക്ട് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ്, നിങ്ങളുടെ ഉള്ളിലുള്ള ഒരു കാര്യമാണ്. അതിൻ്റെ ഒരു സമൃദ്ധി നിങ്ങളുടെ ഉള്ളിൽ ഓൾറെഡി ഉണ്ട്. അതിൻ്റെ ഒരു ഫുള്ളസ്റ്റ് ഫോമിൽ ഇറ്റ്സ് ഓൾറെഡി വിത്തിൻ യുവർ സെൽഫ്. ആ ഒരു അൺകണ്ടീഷണൽ ഫോമിൽ ആ ഒരു സിറ്റുവേഷൻ ഉണ്ട്, കാം ആയിട്ടുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക, ഒരു കാം ഫ്ലോ. ഓക്കെ, സോ നിങ്ങൾ പല ഇമോഷൻസും നമുക്ക് ഉണ്ടാവും. ബട്ട് ഇത് നിങ്ങൾ എടുക്കേണ്ടത് നിങ്ങൾക്കുള്ളൊരു കൺഫർമേഷനാണ്. നിങ്ങൾ വളരെ കാമായിട്ടിരിക്കാൻ, സെറ്റിൽ അതായത് സെറ്റിൽ ആയിട്ടുള്ള ഒരു ഇമോഷനിലേക്ക് വരാൻ. എന്തെങ്കിലും നിങ്ങൾക്ക് കൺഫ്യൂഷൻസ് ഉണ്ടാവുന്നുണ്ടെങ്കിൽ അതെങ്ങനെ സാധ്യമാവും, അത് എങ്ങനെ നിങ്ങൾക്ക് അവിടെ എത്താൻ സാധിക്കും, എങ്ങനെ നിങ്ങൾക്ക് അത് അച്ചീവ് ചെയ്യാൻ സാധിക്കും എന്നുള്ള ഒരു ഡൗട്ട് നിങ്ങൾക്ക് ഉണ്ടാവുന്ന സമയത്ത് ടെൽ യുവർ സെൽഫ്, ദാറ്റ് ഈസ് ഓൾറെഡി വിത്തിൻ മീ, that is already within me, that is already within me, I have already connected this and that is already within me. And നിങ്ങൾക്ക് എന്താണോ നിങ്ങൾ കാമാക്കാൻ പറ്റുന്ന വാക്കുകൾ നിങ്ങൾ യൂസ് ചെയ്യാം. ഒരു കാം എനർജിയാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ആൻഡ് ട്രസ്റ്റ് ദ പ്രോസസ് ആൻഡ് ഫോക്കസ്. ഈ ഒരു സമയത്ത് നിങ്ങൾ എവിടേക്കാണോ ശ്രദ്ധ കൊടുക്കേണ്ടതെന്നുള്ളത്. ഓക്കെ, സോ ചില ആളുകളെ നിങ്ങൾ എഴുതേണ്ടതായിട്ടുണ്ട്. ഓർ നിങ്ങളുടെ ടാലൻറ്റ്, നിങ്ങളുടെ ക്രിയേറ്റീവ് ആയിട്ടുള്ള പവറാണ് നിങ്ങൾ ഈ സമയത്ത് കൂടുതൽ കണക്ട് ചെയ്യേണ്ടത്. ഓക്കെ, സോ ക്രിയേറ്റീവ് ആയിട്ടുള്ള കാര്യത്തിലേക്ക്, അതായത് നിങ്ങൾ ഈ ഒരു സമയത്ത് ആ ഒരു ക്രിയേറ്റർ എനർജിയാണ് കൂടുതൽ കണക്ട് ചെയ്യേണ്ടത്. സോ ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് നിങ്ങൾ കണക്ട് ചെയ്യുന്ന ആളുകളുമായിട്ട് നിങ്ങൾ കണക്ട് ചെയ്യുന്ന ഇമോഷൻസ്. ഓക്കെ, എസ്പെഷ്യലി നിങ്ങളുടെ സാക്രൽ ഏരിയ, സാക്രൽ എനർജി. ബിക്കോസ് നിങ്ങൾക്കറിയാം ചില ആളുകൾ വളരെ നല്ല രീതിയിലുള്ള ചില മാറ്റങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് നിങ്ങളുടെ ലൈഫിൽ. അത് നിങ്ങളുടെ എനർജി കുറെ കൂടെ പ്രൊട്ടക്റ്റഡ് ആവുന്നത് നിങ്ങളിൽ തന്നെ നിങ്ങളുടെ ലൈഫിലേക്ക് ഒന്ന് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ചില കാര്യങ്ങൾ ഫെയ്ഡ് ആയി പോകുന്നുണ്ട്. അല്ലെങ്കിൽ ചില ആളുകൾ ഒരു അകലം നിങ്ങളുടെ അടുത്ത് നിന്ന് പാലിക്കേണ്ടി വരുന്നുണ്ടായിരിക്കണം. അല്ലെങ്കിൽ ചില ആളുകളോട് നിങ്ങൾക്ക് അങ്ങനൊരു അകലം തോന്നുന്നതായിരിക്കാം. ഓക്കെ, എസ്പെഷ്യലി ഫിസിക്കലി വരുന്ന സമയത്ത് ഒരു ഫിസിക്കൽ കോണ്ടാക്ട് ആക്ച്വലി ഈ ഒരു സമയത്ത് ഒന്നുകിൽ വളരെ ഹെൽത്തി ആയിട്ടായിരിക്കാം, വളരെ സ്മൂത്ത് ആയിട്ടായിരിക്കാം, വളരെ സാറ്റിസ്ഫൈഡ് ആയിട്ടായിരിക്കാം നിങ്ങൾക്ക് പോകുന്നുണ്ടായിരിക്കാം നിങ്ങളുടെ ഫിസിക്കൽ റിലേഷൻഷിപ്പ്. അതല്ലാന്നുണ്ടെങ്കിൽ വളരെ കാമായിട്ട്, വളരെ പ്രൊട്ടക്റ്റഡ് ആയിട്ട് നിങ്ങൾക്ക് സെറ്റിൽ ആവാൻ പറ്റുന്നുണ്ട്, റൈറ്റ്? അല്ലെങ്കിൽ ചില പ്ലേസിൽ നിന്ന്, ചില ആളുകളുടെ അടുത്ത് നിന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ ശരീരവും മനസ്സും പ്രൊട്ടക്റ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്, റൈറ്റ്? അങ്ങനത്തെ ഒരു പ്ലേസിലൂടെ ആയിരിക്കാം പല ആളുകളും പോകുന്നത്. ബിക്കോസ് ഈ ഒരു സമയത്ത് നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്ന ഒരു കാര്യം, സ്പെഷ്യലി ആഫ്റ്റർ ഫുൾ മൂൺ ടൈം. ഓക്കെ, സോ മേ ബി ലൈക്ക് ഇന്നലെ വരെ നിങ്ങൾക്ക് ഇമോഷണൽ ആയിട്ടുള്ള ചില സിറ്റുവേഷനിൽ കൂടിയൊക്കെ നിങ്ങൾ പോയിട്ടുണ്ടായിരിക്കണം. അല്ലെങ്കിൽ ചില കാര്യങ്ങൾ ഇങ്ങനെ പുറത്തിടുന്നത് പോലത്തെ ചില അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടായിരിക്കണം, അല്ലേ? സോ നിങ്ങൾ കുറേ കാലമായിട്ട് സപ്രസ് ആക്കി വെച്ചിട്ടുള്ള ചില ഇമോഷൻസ് ഓൾ ഓഫ് സഡൻ പുറത്തേക്ക് വരുന്ന ഒരു അനുഭവങ്ങൾ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടായിരിക്കണം. പക്ഷേ ഫ്രം ടുഡേ, സ്പെഷ്യലി ഫ്രം നൗ, നിങ്ങൾക്ക് സംഭവിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ കുറേ കൂടെ ഫിസിക്കലി ആൻഡ് എനർജറ്റിക്കലി നിങ്ങൾ കുറേ കൂടെ ഒരു കോർണറിലേക്ക് വരുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു സേഫ് ആയിട്ടുള്ള പ്ലേസിലേക്ക് വരുന്നുണ്ട്. ബിക്കോസ് നിങ്ങളൊന്ന് ഒബ്സർവ് ചെയ്താൽ മനസ്സിലാവും നിങ്ങളുടെ ഒരു ക്രിയേറ്റീവ് പവർ അവിടെ കൂടുതൽ നിങ്ങൾ കണക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു ക്രിയേറ്റീവ് എനർജി. സോ നിങ്ങൾക്ക് ഈവൻ ചെറിയ ചെറിയ കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ പോലും വളരെ ക്രിയേറ്റീവ് ആയിട്ട് നിങ്ങൾക്ക് ചില കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും. ചില എക്സ്പെരിമെന്റ് നടത്താനുള്ള ഒരു ക്രേവ് നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. ചില കാര്യങ്ങൾ നിങ്ങൾ ക്രിയേറ്റർ ആവുന്നുണ്ട്, വിച്ച് മീൻസ് യു ആർ മാനിഫെസ്റ്റിംഗ് സംതിങ് ഇൻ ടു യുവർ ലൈഫ്. ഓക്കെ, സോ നേച്ചറായിട്ട് കണക്റ്റഡ് ആയിട്ടും ചില കാര്യങ്ങൾ നിങ്ങൾ എഴുതേണ്ടതായിട്ടുണ്ട്. എഴുത്തുകാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ യു നീഡ് ടു ഫോക്കസ് ഓൺ ദാറ്റ്. ഈ ഒരു ടൈം നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് ആണ്. എഴുതുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ കവിത, കഥ, നിങ്ങളുടെ ജീവിത കഥ, അങ്ങനെയൊക്കെ താല്പര്യമുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ അതിലേക്ക് നിങ്ങൾ ഫോക്കസ് ചെയ്യുക. അല്ലെങ്കിൽ ക്രിയേറ്റീവ് ആയിട്ടൊക്കെ എന്തെങ്കിലുമൊക്കെ എഴുതുന്ന ആളുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഈവൻ ഡിസൈൻ ഒക്കെ ചെയ്യുന്ന ആളുകളായിരിക്കാം നിങ്ങളൊക്കെ.
സോ നിങ്ങൾക്ക് അങ്ങനെ വളരെ ഒരു കാം ആയിട്ടുള്ളൊരു എനർജി നിങ്ങൾ ഈ ഒരു സമയത്ത് കണക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, സ്പെഷ്യലി നിങ്ങളുടെ സാക്രൽ എനർജി വളരെ ക്ലെൻസ്ഡ് ആവുന്നത് കൊണ്ട് തന്നെയാണ്, അല്ലെങ്കിൽ വളരെ ചില പ്ലേസിൽ നിന്നൊക്കെ ഡിറ്റാച്ച്ഡ് ആവുന്നത് കൊണ്ട് തന്നെയാണ് ഇമോഷണലി ഡിസ്റ്റൻസ് ഉണ്ടാവുന്നുണ്ട് നിങ്ങൾക്ക് ചില പ്ലേസിൽ നിന്ന് വരുന്ന സമയത്ത്. ഓക്കെ, സോ ഇതൊക്കെ നിങ്ങൾ സാക്രൽ ഏരിയ, സാക്രൽ എനർജി ഒരുപാട് നിങ്ങൾക്ക് സേവ് ആയിട്ട് വരുന്നുണ്ട്. ഓക്കെ, നിങ്ങൾ സേവ് ചെയ്യുന്നുണ്ട്, നിങ്ങൾ പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട്. അതാണ് നിങ്ങൾക്ക് വളരെ കാം ആയിട്ടുള്ളൊരു എനർജി എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ആ ഒരു ഫുള്ളസ്റ്റ് ഫോമിൽ നിങ്ങൾക്ക് നിങ്ങളെ കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടാവും. ഡാൻസ് ചെയ്യാം. ഈവൻ നിങ്ങൾക്ക് ഡാൻസ് ഒന്നും അറിയില്ല എന്നുണ്ടെങ്കിൽ പോലും ഗൈസ്, ഡാൻസ്. ബിക്കോസ് നിങ്ങൾ ഡാൻസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഒന്ന് ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കുക. ഞാൻ എന്താണെന്ന് പറയുന്നില്ല. നിങ്ങൾ ഡാൻസ് ചെയ്യുക, നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു മ്യൂസിക്, അതായത് ഒന്നുകിൽ എന്തെങ്കിലും എനർജി കണക്റ്റഡ് ആവുന്ന മ്യൂസിക് ആയിരിക്കാം. ഓക്കെ, സി ഐ ഹാവ് വൺ ഓഫ് മൈ ഫേവറേറ്റ് സോങ്. ഇത് നിങ്ങൾ എത്ര ആളുകൾ കേട്ടിട്ടുണ്ട് എന്നുള്ളത് പറയൂ. ഇഷയുടെ ഒരു സോങ് ഉണ്ട്, സദ്ഗുരുയുടെ അലൈ, ALAI, അലൈ 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 അലൈ, അങ്ങനത്തെ ഒരു പാട്ടുണ്ട്. സോ നിങ്ങൾക്ക് ഒരു എന്താ പറയുക, ഒരു ഇൻറ്റൻസ് ഹാപ്പിനെസ്, ഒരു നമ്മൾ പറയല്ലോ ഒരു പരമാനന്ദം, ഒരു എനിക്കറിയില്ല, എനിക്ക് ആ പാട്ട് കേൾക്കുന്ന സമയത്ത് വളരെ ഇഷ്ടമുള്ളൊരു കാര്യമാണ്. സോ നിങ്ങൾ രാവിലെ എണീറ്റ് നിങ്ങൾ ഒരു മെഡിറ്റേഷൻ ഒക്കെ കഴിഞ്ഞ്, ഒരു യോഗ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ഫിസിക്കൽ ആക്ടിവിറ്റീസ് ഒക്കെ കഴിഞ്ഞ് ഒന്ന് കൂളായിട്ട്, അല്ലെങ്കിൽ ഈവൻ നിങ്ങൾ എപ്പോഴെങ്കിലും നിങ്ങൾക്ക് ഈവൻ ഇന്ന് രാത്രി കിടക്കുകയാണെന്നുണ്ടെങ്കിൽ പോലും ഒന്ന് ഈ ഒരു പാട്ട് നിങ്ങൾ കേട്ടിട്ട് കിടക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഡെഫിനറ്റ്ലി പറയണം. ഓക്കെ, ഹെഡ്സെറ്റ് വെക്കുക, എന്നിട്ട് നല്ല സൗണ്ടിൽ കേൾക്കുക. ആൻഡ് കണ്ണടച്ചിട്ട് നിങ്ങൾക്ക് എന്താണോ ഫീൽ ചെയ്യുന്നത് എന്നുള്ളത് നിങ്ങൾ ആസ്വദിക്കുക. ആൻഡ് അത് ഡെഫിനറ്റ്ലി നിങ്ങൾ എൻ്റെ അടുത്ത് പറയാൻ മറക്കരുത്, കമൻറ്റ് ചെയ്യണം. ഓക്കെ, ആൻഡ് ഈ സമയത്ത് എന്ത് മാനസികപരമായിട്ടുള്ള സിറ്റുവേഷനിൽ കൂടിയാണ് നിങ്ങൾ പോകുന്നതെങ്കിൽ, നിങ്ങൾ കരയോ സങ്കടപ്പെടുകയോ സന്തോഷമായിട്ടിരിക്കുക, വളരെ സന്തോഷമായിട്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ പോലും ജസ്റ്റ് ഈ ഒരു പാട്ട് നിങ്ങൾ കേൾക്കുക. ഇഷയുടെ സോങ് അലൈ എന്ന് പറഞ്ഞിട്ടുള്ള സോങ്. ഓക്കെ, അത് കേട്ടിട്ട് നിങ്ങൾ പറയൂ എങ്ങനെയാണ് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത്. ബട്ട് ഐ എം ഷുവർ ദാറ്റ് ഇത് നിങ്ങൾക്ക് വലിയൊരു മനസ്സിന് സന്തോഷം, എനർജി. ഞാൻ ഈ ഒരു പാട്ട് ഇവിടെ പറയാൻ കാരണം നിങ്ങളുടെ ഈ ഒരു കറന്റ് എനർജിക്ക്, സ്പെഷ്യലി ഈ ഒരു കാർഡ് കണക്ട് ചെയ്യുന്ന സമയത്ത്, സോ ഇതാണ് ലൈക്ക് യു നീഡ് ടു ഡാൻസ് വിത്ത് മ്യൂസിക്. ഓക്കെ, നിങ്ങളുടെ സോൾ അത് ആഗ്രഹിക്കുന്നുണ്ട്. ആൻഡ് എന്തുകൊണ്ടാണ് അവിടെ ഡാൻസ് ഉണ്ടാവുന്നത്? ബിക്കോസ് യു ആർ റിയലൈസിങ് സം ട്രൂത്ത്സ്. യു ആർ ഓൾറെഡി ഹൈലി കണക്റ്റഡ് ടു യുവർ ഡിസയർ, അല്ലെങ്കിൽ ദാറ്റ് ഈസ് ഓൾറെഡി വിത്തിൻ യു. അത് ഓൾറെഡി നിങ്ങളുടെ ഉള്ളിലുണ്ട്. അതിൻ്റെ ഒരു ഹൈ ലെവലിൽ നിങ്ങൾ ഓൾറെഡി കണക്റ്റഡ് ആണ്, ഹൈ ലെവലിൽ നിങ്ങൾ കണക്റ്റഡ് ആണ്. ഓക്കെ, ആ ഒരു തിരിച്ചറിവാണ് നിങ്ങൾക്ക് ഇത്ര ഒരു പരമാനന്ദം ഉണ്ടാക്കുന്നത്. സോ ലെറ്റ് മീ ടെൽ യു ഗൈസ്, എന്താണോ നിങ്ങൾ നിങ്ങളുടെ റിയാലിറ്റിയിൽ കാണുന്നത്, ഫിസിക്കാലിറ്റിയിൽ കാണുന്നത്, ദാറ്റ് ഈസ് നോട്ട് റിയൽ. ഓക്കെ, അതിൽ മാറ്റങ്ങൾ സംഭവിക്കാം, ഓർ ഈ ഒരു സമയത്തുള്ള കാര്യങ്ങളായിരിക്കാം. Alright, so see, you are looking at your future, guys. It's a confirmation. Oh my god, I'm getting goosebumps. See, നിങ്ങളുടെ ലൈഫിൽ എന്താണോ ഈ ഒരു സമയത്ത് എന്താണോ നിങ്ങളുടെ ആഗ്രഹം, അത് ഡെഫിനറ്റ്ലി നിങ്ങളുടെ ഫ്യൂച്ചറിലുണ്ട്, അതിൽ നിങ്ങൾ വരേണ്ടതായിട്ടുണ്ട്. യു ജസ്റ്റ് നീഡ് ടു വെയിറ്റ്, ബി പേഷ്യൻറ്റ്, ആൻഡ് വെറുതെ ഇരുന്ന് കാത്തിരിക്കുക എന്നുള്ളതല്ല. വർക്ക് ഓൺ യുവർ സെൽഫ്, ഡു ദ ബെസ്റ്റ് വേർഷൻ ഓഫ് യുവർ സെൽഫ് ഗൈസ്. ഓക്കെ, ബിക്കോസ് നിങ്ങൾ ഓൾറെഡി സ്പെഷ്യലാണ്, നിങ്ങൾ ഓൾറെഡി ഹോം ആൻഡ് കംപ്ലീറ്റഡ് ആണ്, നിങ്ങൾ ഓൾറെഡി അട്രാക്റ്റീവ് ആണ്. ഓക്കെ, നിങ്ങൾ ഓൾറെഡി ഇൻഡിപെൻഡൻ്റ് ആണ്. കാറ്റ് ഓൾവേസ് റെപ്രസെൻറ്റ്സ് ഇൻഡിപെൻഡൻസി. ഓക്കെ, സോ ആറ്റിറ്റ്യൂഡ്. സോ ആ ഒരു ഭംഗി അല്ലേ, കാറ്റിനെ കാണാൻ എന്ത് ഭംഗിയാണ്, റൈറ്റ്? സോ നിങ്ങൾ ആ ഒരു ഫോമിലേക്ക് വരണം. ഓക്കെ, ആ ഒരു ഫോമിലേക്ക് നിങ്ങൾ എപ്പോഴാണോ കണക്റ്റഡ് ആവുന്നത്, നിങ്ങളെന്ന വ്യക്തി നിങ്ങൾ എന്നാണോ ആസ്വദിച്ച് തുടങ്ങുന്നത്, നിങ്ങളുടെ ഏറ്റവും ബെസ്റ്റ് വേർഷൻ നിങ്ങൾ എപ്പോഴാണോ ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, നിങ്ങൾ എപ്പോഴാണോ ഇതുപോലെ ആസ്വദിക്കാൻ സാധിക്കുന്നത്, നിങ്ങളുടെ ആ ഒരു എനർജിയിലേക്ക് വരുന്ന സമയത്താണ് നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ വരേണ്ട ഒരു കാര്യത്തിന് അതിന് വരാൻ സാധിക്കുക. ബിക്കോസ് ഈ ഒരു കാര്യം ഓൾറെഡി നിങ്ങളുടെ ലൈഫിലുള്ള ഒരു കാര്യമാണ് അല്ലേ. സോ നിങ്ങളുടെ ഒരു ഫുള്ളസ്റ്റ് ഫോമിലേക്ക് വരുന്ന സമയത്ത് നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ, നിങ്ങളുടെ ഉള്ളിൽ ഓൾറെഡി ഉള്ള കാര്യങ്ങൾ, അത് ഫ്യൂച്ചറിലതാണെന്നുണ്ടെങ്കിൽ പോലും ആ ഒരു എനർജിയിലേക്ക് നിങ്ങൾ അപ്ലിഫ്റ്റ് ചെയ്യാണ്. സോ ഇറ്റ് ഈസ് ഈസി ഫോർ യു ടു അട്രാക്ട് ദാറ്റ്, റൈറ്റ്? സി ഗൈസ്, ഒരു സോൾ അവേക്കനിങ്, സോൾ ഫ്രീഡം ആണ് അവിടെ ഉണ്ടാവുന്നത്. ഓക്കെ, see how powerful these two cards. So definitely ഈ ഒരു വെയിറ്റിൽ നിന്ന് നിങ്ങൾ ഈ ഒരു പ്ലേസിലേക്ക് എത്തും, മീറ്റ് ചെയ്യുന്ന പ്ലേസിലേക്ക് എത്തും. ചില ആളുകൾക്ക് അത് നിങ്ങളുടെ ഒരു സ്ട്രോങ്ങസ്റ്റ് ഡിസയർ ആണ്, വേർ യു നീഡ് ടു മീറ്റ് എ ലോട്ട് ഓഫ് പീപ്പിൾ, എ ക്രൗഡ്. നിങ്ങളൊരു പെർഫോമർ ആണ്. ചില ആളുകൾ നിങ്ങൾ ക്രിയേറ്റീവായിട്ട് എന്തോ കാര്യം ചെയ്യുന്ന ആളുകളാണ്. നിങ്ങളുടെ
നിങ്ങൾക്ക് എന്തോ ഒരു ഫെയിം അട്രാക്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഫെയിം ഗൈസ്, ഓ മൈ ഗാഡ്, ദിസ് ഇസ് സച്ച് എ പവർഫുൾ. നിങ്ങൾക്ക് എന്തോ ഒരു ഫെയിം അട്രാക്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. യു ഹാവ് എ ഹ്യൂജ് ക്രൗഡ്, യു ഹാവ് എ ഹ്യൂജ് ഓഡിയൻസ് ഔട്ട് ദെയർ വെയിറ്റിംഗ് ഫോർ യു. ഫ്രീഡം കൊടുക്കുക. ഡു വാട്ട് യു റിയലി മേക്ക് യു ഹാപ്പി. ഓക്കെ, നിങ്ങൾ ഏറ്റവും കൂടുതൽ സന്തോഷിപ്പിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ ചെയ്യാം. ഓക്കെ, സി whenever I get my spirit in a higher level, I can't speak in Malayalam. I'm really sorry for that, guys. I don't know, but yeah, please do understand and don't say that, oh, വലിയ ജാട കാണിക്കാണ് ഇംഗ്ലീഷ് സംസാരിക്കാണ്. No, whenever I get connected with my some spirit, I can't speak in Malayalam. I'm really sorry, guys. I'm really sorry. Yeah. See, നിങ്ങൾ ലൈറ്റിലേക്ക് നടക്കുകയാണ്. ഓക്കെ, സോ നിങ്ങൾ വെളിച്ചത്തിലേക്ക് നടക്കുകയാണ്, വെളിച്ചം എക്സ്പീരിയൻസ് ചെയ്യാണ്. സോ യു ജസ്റ്റ് ഈ ഒരു ടൈം ജസ്റ്റ് ഒരു യാത്രയാണ് നിങ്ങളുടെ എന്ന് മനസ്സിലാക്കുക. ഓക്കെ, ഈ ഒരു സമയത്ത് എന്താണോ നിങ്ങളുടെ ലൈഫിലില്ല, എന്താണോ നിങ്ങൾ ജലസ് ആക്കുന്നത്, എന്താണോ നിങ്ങൾ ഒന്നുമല്ല എന്ന് തോന്നിപ്പിക്കുന്നത്, എന്താണോ നിങ്ങൾക്കൊരു ഫ്രീഡം ഇല്ല എന്ന് തോന്നുന്നത്. ഇപ്പം ചില ആളുകൾക്ക് നിങ്ങൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് ചില സ്ഥലത്തു നിന്നൊക്കെ ഇറങ്ങി വരാൻ വേണ്ടിയിട്ടായിരിക്കാം, അല്ലേ? അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തൊക്കെയോ ചെയ്യണമെന്ന് അറിയാം, അതിനൊക്കെ ഒരു സ്വാതന്ത്ര്യം നിങ്ങളുടെ ഉള്ളിൽ നിന്ന് തന്നെ വരാനും വേണ്ടിയിട്ടായിരിക്കാം. ചില ആളുകൾ നിങ്ങൾ വളരെ ഡെസ്പറേറ്റ് ആയിട്ട് ആഗ്രഹിക്കുന്നുണ്ടായിരിക്കുക, അല്ലെങ്കിൽ അറിയാണ്ട് പോകുന്നുണ്ടായിരിക്കുക. ഓക്കെ, സോ നിങ്ങൾക്ക് അങ്ങനെ ചില പ്ലേസിൽ നിന്ന്, ചില ആളുകളുടെ അടുത്ത് നിന്ന്, ചില സിറ്റുവേഷന്, ചില കാർമിക് ബോണ്ടിന്ന് യു വിൽ ഹാവ് ദ ഫ്രീഡം. ഓക്കെ, സോ ലെറ്റ് മീ ടേക്ക് വൺ മോർ കാർഡ് ഫോർ യു. I seriously don't wanna disconnect this video. I really love this energy, guys. Let me know, let me really know നിങ്ങൾക്ക് ഇത് എന്നെ കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ please let me know. Because see, sometimes as a reader ഞാനും I also get confused, like, ഇത് എവിടെ നിന്നാണ് കണക്ട് ചെയ്യുന്നത്, such a power that I'm experiencing right now. So എനിക്ക് നിങ്ങൾക്ക് കിട്ടുന്ന ഒരു എനർജി എന്ന് പറയുന്നത് വളരെ സന്തോഷം ഉണ്ടാക്കുന്ന, അല്ലെങ്കിൽ I really feel like to hug you all, because I know like, where you are right now, what you're going through right now. But trust me, guys, ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് വേണ്ട കാര്യമുണ്ട്, ഫ്യൂച്ചറിൽ ആ ഒരു കാര്യമുണ്ട്. I don't know what you're going through, what is in your mind, what your desire is. It is already there in your future. Okay, see, guys, it's a confirmation. You go with the conflict. Okay, ചലഞ്ചിലൂടെ ലൈഫ്. നമ്മുടെ ലൈഫിൽ വളരെ ചലഞ്ച് ഉണ്ടെങ്കിൽ മനസ്സിലാക്കുക, ആ ഒരു ചില എക്സാംസ് ഈസിയാണ്, അല്ലേ? ബട്ട് ചില എക്സാംസ് വളരെ ടഫാണ്. സോ ടഫ് ആവുന്ന എക്സാംസിൻ്റെ ആ ഒരു പൊസിഷൻ വളരെ വലുതുമാണ്. സോ നിങ്ങൾക്ക് അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ കൂടിയാണ് നിങ്ങൾ പോകുന്നത്. ഓക്കെ, സോ നിങ്ങൾ അവിടെ എത്തും, നിങ്ങൾ അവിടെ എത്തേണ്ടതായിട്ടുണ്ട്. ഡസൻറ്റ് മാറ്റർ വേ യു ആർ റൈറ്റ് നൗ, നിങ്ങൾ അവിടെ എത്തും. നിങ്ങൾ എത്ര ലേറ്റായി, നിങ്ങൾ മേ ബി കൺഫ്യൂസ്ഡ് ആയിരിക്കാം ഈ ഒരു സമയത്ത്. See, passion ignited. Confirmation. I don't know, എനിക്ക് ഈ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാൻ തോന്നുന്നില്ല, ഗൈസ്. I feel like എന്തൊക്കെയോ കാര്യങ്ങളുണ്ട്. My spirit want to share with you. നിങ്ങളെല്ലാവരും ഓക്കെ അല്ലേ? Tell me, comment here, guys. Okay, so all right, so ഇതാണ് നിങ്ങൾക്കുള്ള റീഡിങ്. ഹോപ്പ് യു ലൈക്ക് ദിസ് വീഡിയോ. സോ എന്തൊക്കെ കാര്യങ്ങൾ സംഭവിക്കുന്ന സമയത്ത്, ഓക്കെ, നമ്മളൊരു ദീപം കത്തിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളൊരു ദീപം കത്തിച്ചു വെച്ചിരിക്കുകയാണ്, അവിടെ കാറ്റടിക്കും, മഴ പെയ്യും, പല 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 കാര്യങ്ങളുണ്ടാവും. ചിലപ്പോൾ ആ ഒരു ഫ്ലെയിം കൂടി വരും, ചില സമയത്ത് ആ ഒരു ഫ്ലെയിം ഇങ്ങനെ അണയാൻ പോകുന്നത് പോലെ വരും. ബട്ട് സ്റ്റിൽ നിങ്ങളുടെ ആ ഒരു കാര്യം അണയ്ക്കാതിരിക്കുക, നിങ്ങൾ അണയ്ക്കാതിരിക്കുക. ഓക്കെ, ലൈഫിൽ എന്തൊക്കെ സിറ്റുവേഷനിൽ കൂടെ പോകുന്ന സമയത്തും ഒരിക്കലും അത് നിങ്ങൾ ഫേഡ് ചെയ്യാതിരിക്കുക. ഓൾവേസ് പ്രൊട്ടക്ട് ദാറ്റ്.
ഓൾവേസ് പ്രൊട്ടക്ട് ദാറ്റ് ഫ്ലെയിം. ഒരു തീപ്പൊരി മതി നിങ്ങൾക്ക് വീണ്ടും ആളിക്കത്താൻ വേണ്ടി. വർക്ക് ഓൺ യുവർ സെൽഫ്, വർക്ക് ഓൺ യുവർ സെൽഫ്. നിങ്ങളുടെ മെൻ്റൽ ഹെൽത്ത്, നിങ്ങളുടെ ഫിസിക്കൽ ഹെൽത്ത്, നിങ്ങളുടെ ഡിസയർ. ചില സമയത്ത് ഡിറ്റാച്ച്മെൻ്റ് ആണ് നിങ്ങൾ ചെയ്യേണ്ട ആക്ഷൻ എന്ന് പറയുന്നത്. സോ അണ്ടർസ്റ്റാൻഡ്, റിയലൈസ് ഇറ്റ്. സോ ലെറ്റ് മീ കൺഫേം ദിസ്. എന്താണോ നിങ്ങൾ ഡെസ്പറേറ്റ് ആയിട്ട്, എന്താണോ നിങ്ങൾക്ക് എനർജറ്റിക്കലി വിട്ട് കളയാൻ സാധിക്കാത്തത്, ദാറ്റ് ഈസ് ഓൾറെഡി വിത്തിൻ യു. അത് നിങ്ങളുടെ ഫ്യൂച്ചറിൽ ഓൾറെഡി ഉണ്ട്. ഹോപ്പ് യു ലൈക്ക് ദിസ് വീഡിയോ ഗൈസ്. ഡെഫിനറ്റ്ലി നിങ്ങൾ പറയാൻ മറക്കരുത്. ബിക്കോസ് ഈ ഒരു വീഡിയോ ആക്ച്വലി നിങ്ങളുടെ ഒരു ഡീപ്പ് ഇമോഷൻസ്, ഡീപ്പ് സിറ്റുവേഷൻ, ഈവൻ എത്ര ആളുകൾ കാണുന്നുണ്ട് എന്നുള്ളതല്ല, ഈവൻ നിങ്ങൾ എവിടെയൊക്കെയാണ്, എന്തൊക്കെ സിറ്റുവേഷനിൽ കൂടെ പോവുക എന്നുള്ളതല്ല. നിങ്ങൾ ആണോ പെണ്ണോ, നിങ്ങൾ എന്നെക്കാട്ടി പ്രായം കുറവായിട്ടുള്ള ആളുകളോ പ്രായം കൂടിയിട്ടുള്ള ആളുകളോ ആരോ ആയിക്കോട്ടെ, ഐ ജസ്റ്റ് ഫീൽ ലൈക്ക് ടു ഹോൾഡ് യുവർ ഹാൻഡ് or just want to hug you tightly. I want to say what is there in your mind, it is there in your future. Okay, so അതാണ് എനിക്ക് നിങ്ങൾക്ക് തരാനുള്ള മെസ്സേജ്. I love this energy guys. I love your energy. I love your emotion. I love how you're healing yourself. Thank you so much for watching.